യൂറോപ്യൻ യൂണിയൻ യോഗം അടിയന്തരമായി നടക്കുന്നു. പല സുപ്രധാന വിഷയങ്ങളും സംസാരിക്കാൻ ഫ്രാൻസ് നേതാവ് ഇമ്മാനുവൽ മാക്രോൺ തയ്യാറെടുക്കുന്ന സമയം അടുത്ത ഭാഗത്ത് സെലൻസ്കിയുടെ മുഖം വളരെ ആശങ്കാകുലമാണ്. എന്തുകൊണ്ടാണ് സെലൻസ്കി യൂറോപ്യൻ യൂണിയൻ മീറ്റിംഗിൽ വന്നത്? ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവരും തയ്യാറെടുക്കുകയാണ്. ആ ഒരു സഭ മുഴുവനും ആകെ പിരിമുറുക്കത്തോടു കൂടി ഒരു പ്രധാന വിഷയം സംസാരിക്കാനുള്ള തിരക്കിലാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ അവർ സംസാരിക്കാൻ പോകുന്നത് ഉക്രൈൻ കീഴടങ്ങണോ അതോ റഷ്യയുമായി ഉക്രൈൻ യുദ്ധം ചെയ്യണോ? ഹംഗേരി പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബൻ പറഞ്ഞതുപോലെ ഉക്രൈനെ സറണ്ടർ ചെയ്യാനായി ഒരുപാട് പേർ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനൊരു സാഹചര്യം എല്ലാവർക്കും ഒരു സാങ്കല്പികമായി തോന്നാം. എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ നടക്കും നവംബർ 7 ശേഷം. കാരണം എന്താണെന്ന് അറിയാമോ? നവംബർ 5 നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബൈഡനെ തോൽപ്പിച്ച് ട്രംപ് വിജയിച്ചാൽ, വീണ്ടും പ്രസിഡന്റ് ആയാൽ ഇതെല്ലാം സംഭവിക്കും. ഉക്രൈനെ കീഴടങ്ങാൻ യൂറോപ്യൻ യൂണിയനിൽ ഇങ്ങനെ ഒരു യോഗം ചേരും. ട്രംപ് വീണ്ടും 2ാം തവണ പ്രസിഡന്റ് ആയാൽ അത് ഉക്രൈനിൽ എത്രത്തോളം പ്രശ്നങ്ങളായിരിക്കും കൊണ്ടുവരിക? യൂറോപ്യൻ യൂണിയനിൽ എത്രത്തോളം തർക്കങ്ങൾ ഉണ്ടാകും? നാറ്റോ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം സത്യമാണോ? ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ നോക്കാം. അടിയന്തരമായി വിളിച്ചു ചേർത്ത ഈ ഒരു യോഗത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യും. പ്രധാനമായും നാറ്റോ നശിപ്പിക്കപ്പെടുമോ? യൂറോപ്യൻ യൂണിയന്റെ ഭാവി എന്താണ്? ഉക്രൈൻ എങ്ങനെ കീഴടങ്ങും? ഈ 3 വിഷയങ്ങളെക്കുറിച്ചും ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. ഈ ഒരു രംഗം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ച് വീണ്ടും പ്രസിഡന്റായി. ഇങ്ങനെയൊന്ന് ചിന്തിക്കുക. ഇത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന അനന്തരഫലങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്നവയായിരിക്കും. ആദ്യത്തെ കാര്യം, ട്രംപ് പ്രസിഡന്റ് ആയാൽ അത് ആദ്യം പ്രശ്നമാകുന്നത് ഉക്രൈനിലായിരിക്കും. നാറ്റോയ്ക്ക് ഇതൊരു നല്ല വാർത്തയെ ആയിരിക്കില്ല. ട്രംപ് വീണ്ടും വിജയിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സമായി മാറിയേക്കാം. ആദ്യത്തെ പ്രശ്നം നാറ്റോയെ കുറിച്ചാണ്. എന്തിനാണ് നാറ്റോ എന്ന സംഘടന ഉള്ളത്? ഇതിനുവേണ്ടി എന്തിന് പല ബില്യൺ തുക അമേരിക്ക ചിലവാക്കണമെന്ന് ഡയറക്റ്റ് പല തവണ ട്രംപ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ആർട്ടിക്കിൾ 5 കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു അഭിപ്രായവുമില്ല. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ നാറ്റോ 5 നാടിനെ മറ്റൊരു നാട് ആക്രമിച്ചാൽ ആക്രമിച്ചവരെ എതിർക്കാൻ മറ്റുള്ള നാടുകൾ തയ്യാറാകണം. എന്നാൽ അതുമാത്രമല്ല, ഈ ആർട്ടിക്കിൾ 5 സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങളും പിന്തുണയ്ക്കണം. അത് സൈനിക സഹായം മാത്രമല്ല, ഏത് തരത്തിലുള്ള സഹായമായാലും. അങ്ങനെയുള്ളപ്പോൾ ട്രംപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു, അതായത് നാറ്റോയിലെ ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഫണ്ടിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ട്രംപ് നോക്കി വെറുതെ ഇരിക്കുമോ, അല്ലെങ്കിൽ അമേരിക്ക നോക്കി വെറുതെ ഇരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അതെ, ഞങ്ങൾ ഒന്നും ചെയ്യില്ല, നിശബ്ദരായിരിക്കും. നിങ്ങൾക്ക് ശരിയായ തുക നൽകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിന് നിങ്ങൾക്ക് സുരക്ഷാ ഗ്യാരണ്ടി നൽകണം? നിങ്ങൾ 100 രൂപ നൽകുന്നു, മറ്റൊരാൾ 500 രൂപ നൽകുന്നു. 100 രൂപ നൽകുന്നയാൾക്ക് സംരക്ഷണം നൽകണമോ അതോ 500 രൂപ നൽകുന്നയാൾക്ക് സംരക്ഷണം നൽകണമോ? ഇങ്ങനെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നൽകിയത്. ഇവിടെ ആർട്ടിക്കിൾ 5 സജീവമാകില്ല. ഞങ്ങൾക്ക് കാഴ്ചക്കാരായി മാത്രമേ നിൽക്കാനാവുകയുള്ളൂ. മാത്രമല്ല, പണം കൃത്യമായി നൽകാൻ കഴിയാത്ത രാജ്യത്തെ ആക്രമിക്കാൻ മറ്റൊരു രാജ്യത്തെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ നാറ്റോയ്ക്കെതിരെ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നാറ്റോ അമേരിക്കയ്ക്ക് ഉപയോഗശൂന്യമായ കാര്യമാണെന്ന് അദ്ദേഹം കരുതുന്നു. രണ്ടാമത്തെ കാര്യം, യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ യൂറോപ്യൻ യൂണിയനെ വരിഞ്ഞു മുറുക്കി. അതും ട്രംപിന്റെ ആ ഒരു ഭരണകാലം അവർ മറികടന്ന് വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതിലും വളരെ പ്രധാനപ്പെട്ടതാണ് ആയുധങ്ങളെക്കുറിച്ച്, അണു ആയുധങ്ങളെക്കുറിച്ച്. നാറ്റോ ഒഴികെയുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലെ തന്നെ പല നാടുകളിൽ നാറ്റോ അവരുടെ ആയുധം വച്ചിട്ടുണ്ടെന്ന് ഇതിനകം തന്നെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നാണ് അതിനുള്ള ഫണ്ട് പോകുന്നത്. ഇതിൽ ബ്രിട്ടൻ, ഫ്രാൻസ് എന്ന 2 അണു ആയുധ നാട് ഉണ്ടെങ്കിലും ഫ്രാൻസ് ഇതുവരെയും അവരുടെ ആയുധം നാറ്റോയ്ക്ക് നൽകിയിട്ടില്ല. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവരത് സൂക്ഷിക്കുന്നത്. എന്നാൽ ബ്രിട്ടൻ അങ്ങനെ ചെയ്തില്ല. അവരുടെ ആയുധം നാറ്റോയ്ക്ക് കൈമാറി. ഈ ആയുധങ്ങളും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനെ ട്രംപ് പറയുന്നത്, ഈ ആയുധങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയുധം എന്നതൊരു സാധാരണ കാര്യമല്ല. മറ്റു ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ പരിപാലിക്കുന്നത് പോലെ ഈ അണു ആയുധം എടുത്തു തൊടുത്തു എന്ന പോലെ ആർക്കും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ഇത് സർവീസ് ചെയ്യാനും പരിപാലിക്കാനും കഴിയില്ല. ഉയർന്ന പ്രൊഫഷണലുകൾക്ക് മാത്രമേ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെയധികം സാങ്കേതിക വിദ്യ ആവശ്യമാണ്. ഇതിനെല്ലാം പണം ആവശ്യമാണ്. ഈ പണമൊന്നും ബ്രിട്ടനിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ വന്നില്ല. ഒരു ചെറിയ വിഹിതം നാറ്റോ നൽകിയാലും, വളരെ ചെറിയ വിഹിതം നൽകിയാൽ പോലും അമേരിക്കയിൽ നിന്നാണ് 73%-ലധികം ഈ അണു ആയുധങ്ങളുടെ പരിപാലനത്തിന്. 5 രാജ്യങ്ങളും അണു ആയുധം നിലനിർത്താനുള്ള വിഹിതം
അമേരിക്കയാണ് നൽകുന്നത്. ഇതൊരു നിശ്ചിത കാലയളവിൽ ദശലക്ഷം മുതൽ നിരവധി ബില്യൺ ഡോളർ വരെ വരും. നമ്മൾ എന്തിന് യൂറോപ്പിന് ഇത്രയും പണം നൽകണം, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തിനു പണം നൽകണം എന്നതിൽ ട്രംപ് വളരെ ശ്രദ്ധാലുവാണ്. മൂന്നാമത്തെ കാര്യം, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, റഷ്യ ഉക്രൈൻ യുദ്ധം. നേരത്തെ തന്നെ ട്രംപ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഞാൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ എനിക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും. ഉക്രൈനെ പിന്തുണയ്ക്കുകയും റഷ്യക്കെതിരെ ഉക്രൈനെ ജയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉക്രൈനിൽ സമ്മർദ്ദം ചെലുത്തുകയും അവരെ റഷ്യയ്ക്ക് മുന്നിൽ കീഴടക്കിപ്പിക്കുകയും ചെയ്യും. റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളും ഞാൻ അവർക്ക് തന്നെ നൽകും. ഞാനൊരു സമാധാന കരാർ കൊണ്ടുവരും. ട്രംപ് എന്ന മനുഷ്യന് ശരിക്കും അത്രത്തോളം ജ്ഞാനമുണ്ട്. അയാൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉക്രൈനെ കീഴടക്കും. നിലവിലെ പ്രസിഡന്റിനെ പോലെ, നിലവിലെ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ ട്രംപ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. അമേരിക്കയ്ക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് ചെയ്യും. അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് ട്രംപിനുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ബൈഡൻ അങ്ങനെ ഒരു നയം ഇല്ലേ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു നയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പണം 70% അമേരിക്കക്കാരും വേണ്ട എന്ന് പറയുമ്പോൾ ഉക്രൈനിലേക്ക് ആ പണം പോകില്ല. അവിടെയുള്ള 70% ആളുകളും ഉക്രൈനിലേക്ക് കൊടുത്ത പണം മതി എന്ന് പറയുന്നു. പക്ഷെ എങ്കിലും അമേരിക്ക കൊടുത്തു. അതുപോലെ ട്രംപ് ഒരിക്കലും ചെയ്യില്ല. അയാൾ പറഞ്ഞത് അയാൾ ചെയ്യും. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വന്നതിന് ശേഷമായിരിക്കും ഉക്രൈന് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് ഒരിക്കലും വിജയിക്കാൻ പാടില്ല എന്ന് ഉക്രൈനിലെ പലരും പറയുന്നുണ്ട്. ജയിച്ചാൽ റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. ഇത് മാത്രമാണോ ചെയ്യുന്നത്? അവരോട് നേരിട്ട് കീഴടങ്ങാൻ ആവശ്യപ്പെടുമോ, അതോ പരോക്ഷമായി സമ്മർദ്ദം ചെലുത്തുമോ എന്ന് ചോദിച്ചാൽ, ആയുധങ്ങൾ ആദ്യം അവസാനിപ്പിക്കും. എന്റെ നാട്ടിലെ എന്റെ ജനങ്ങളുടെ പണം എടുത്ത് മൂന്നാമതൊരു നാടിന് എന്തിനു കൊടുക്കണം? ഈ നാറ്റോ എന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ അമേരിക്കയാണ്. അവരിലെ ഒരാൾ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി നൽകില്ല എന്ന് പറഞ്ഞയാൾ ഏതോ ഒരു നാട്, റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഏതോ ഒരു നാട്, അവർക്ക് ആയിരക്കണക്കിന് കോടി പണം നൽകാൻ ട്രംപ് സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനുള്ള യാതൊരു സാധ്യതയുമില്ല. ഉക്രൈനിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും യുദ്ധം നിർത്താൻ ശ്രമിക്കുകയും ചെയ്യും. തീർച്ചയായും അത് തടയും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമാണ്. ട്രംപിന് ഇതിനകം തന്നെ ഒരു പേരുണ്ട്, ഇൻഡയറക്റ്റായി റഷ്യയെ പിന്തുണയ്ക്കുന്നയാൾ എന്നാണ്. വീണ്ടും അയാൾ ജയിച്ചാൽ റഷ്യയെ പിന്നെയും കുറ്റം പറയാൻ തുടങ്ങും. അടുത്തത് യൂറോപ്പാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് നിരവധി സാങ്കേതിക സഹായങ്ങൾ വരുന്നുണ്ട്, അതും കുറഞ്ഞ ചിലവിൽ. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ സ്വാധീനം ഉണ്ടാകണമെന്നതിനു വേണ്ടി റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് കുറഞ്ഞാലും ഇപ്പോഴും വാങ്ങുന്നുണ്ട്. എങ്കിലും 100% വാങ്ങിയ സ്ഥലത്ത് വെറും 40-50% മാത്രമേ ഉള്ളൂ. ബാക്കി 50% അമേരിക്ക മിതമായ വിലയ്ക്ക് നൽകുന്നുണ്ട്. ട്രംപ് ഇതെല്ലാം അവസാനിപ്പിക്കും. അയാൾ യൂറോപ്പിനെ റഷ്യയുടെ ആശ്രിത നാടാക്കി വീണ്ടും തിരികെ കൊണ്ടുവരും. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മാറ്റം വരും എന്ന ഒരു കാര്യം മാത്രമാണ് ട്രംപിനെതിരെ ഉള്ളവരുടെ ഒരേ ഒരു ആശ്വാസം. ട്രംപ് മുന്നിലാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളുണ്ട്. അതുപയോഗിച്ച് പ്രചരണം നടത്തിയാൽ തീർച്ചയായും തോൽക്കാനാണ് സാധ്യത കൂടുതൽ. ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. യൂറോപ്യൻ പാർലമെന്റ് യോഗം ചേരും. അമേരിക്കയുടെ സ്വാധീനമില്ലാതെ ഉക്രൈൻ സമാധാന ചർച്ചയിലേക്ക് പിടിച്ചു തള്ളപ്പെടും. റഷ്യ ജയിക്കും, ട്രംപ് ജയിക്കും. ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ചോദിക്കുന്നത്, ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുമോ, അതോ ട്രംപ് റഷ്യക്ക് എതിരായി മാറുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.